ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ക്യാരറ്റിനെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട, ക്യാരറ്റിനകത്ത് ഓൾറെഡി ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ചെടുത്ത ക്യാരറ്റിൻ്റെ ഈ ഒരു മിക്സിനെ നന്നായിട്ടൊന്ന് അതിലിട്ടൊന്ന് വഴട്ടി ഇതിനകത്തെ ജലാംശം പൂർണ്ണമായിട്ടൊന്ന് മാറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതിൽ ഇച്ചിരി കൂടുതലൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 100 ml പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പാല് ചേർക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ലൂസാവും. പക്ഷേ ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കോവയാണ്. കോവയെന്ന് പറയുന്നത് പാലിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് മേടിക്കാൻ കിട്ടും. ഏകദേശം ഇതിൻ്റെ ഒരു 250 ഗ്രാം കോവയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്തിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി ഈ ഒരു മിക്സുമായിട്ട് ഇതിനെ യോജിപ്പിച്ചെടുക്കണം. ഇതിങ്ങനെ ചേർത്ത് ഇളക്കി വരുമ്പം നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ മിക്സ് ഒന്നുകൂടെ ലൂസാവും. നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ അത് കട്ടിയായി വന്നോളും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണം. പിന്നെ മുന്തിരിങ്ങ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം മുന്തിരിക്കയ്ക്ക് ഒരു ചെറിയൊരു പുളിപ്പുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ടേസ്റ്റുമായിട്ടൊരു വ്യത്യാസമുണ്ട്. ഇതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഈ പാനിൽ നിന്ന് ഇത് വിട്ട് വരണം. ഇതിപ്പോൾ നല്ല ലൂസിലായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഈ കോവയൊക്കെ ചേർക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി നല്ല കട്ടിയായി നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കണം. നിങ്ങളുടെ മധുരം കറക്റ്റാണോ നോക്കിയിട്ട് വേണം അടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാൻ. നമ്മളിപ്പോൾ ഏകദേശം 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് മൊത്തവും ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം എടുത്തിരുന്നത് 1/2 കിലോ ക്യാരറ്റാണ് എടുത്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് പഞ്ചസാര ഇട്ടപ്പോൾ മധുരം കുറവായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ ബാക്കി പഞ്ചസാരയും കൂടെ നമ്മളിപ്പോൾ എന്നിട്ട് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ഈ പാനിൽ നിന്ന് ഇപ്പോഴും ഓൾറെഡി വിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.